CV ആനന്ദബോസിനെ തള്ളി NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ. ആനന്ദബോസ് പറയുന്നത് പോലെ ഒരു സംഭവവും നടന്നിട്ടില്ല. ആനന്ദബോസ് ഇവിടെ വന്നിട്ട് കയറാൻ കഴിയാതെ ഒരിക്കലും പോയിട്ടില്ല. ആനന്ദബോസ് എന്തെങ്കിലും മനസ്സിൽ വെച്ചാണോ പറയുന്നത് എന്ന് സംശയമുണ്ടെന്നും സുകുമാരൻ നായർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. അല്ലാത്ത സമയത്ത് ഒന്ന് ചോദിച്ചാൽ ജനറൽ സെക്രട്ടറിയുടെ അനുവാദം വാങ്ങിക്കണം എന്ന് അവർ പറയുള്ളൂ. അവരാരും തർക്കിക്കത്തില്ലായിരുന്നു. അതായത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അല്ലേ? ഇല്ല. ഈ അനുവാദം വല്ലതും ചോദിച്ചിട്ടുണ്ടായിരുന്നോ? അല്ല, അനുവാദവും ചോദിച്ചിട്ടില്ല. അദ്ദേഹം വന്നിട്ടുമുണ്ട്, ഇതിനു മുമ്പ് വന്നിട്ടുമുണ്ട്, പുഷ്പാർച്ചന നടന്നിട്ടുമുണ്ട്. എന്നാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഒരിക്കലും അദ്ദേഹം ചോദിച്ചിട്ടോ ചോദിക്കാതെയോ ഇവിടെ വന്നിട്ട് ഇവിടെ കയറാൻ മേലാതെ ഒരിക്കലും പോയിട്ടില്ല. ഈ ആനന്ദബോസ് പറയുന്നത് ഇത്തരത്തിൽ ഈ ബംഗാൾ ഗവർണർ ആകുന്നതിന് മുമ്പ് അത്തരത്തിൽ ആ സമയത്ത് അവിടെ എന്നായാലും അതെ അദ്ദേഹം എന്തെങ്കിലും മനസ്സിൽ വെച്ചുകൊണ്ട് പറയുന്നതാണോ എനിക്ക് സംശയമാണ്. അല്ലാതെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ തീർത്തു പറയുന്നു. ഈ ഗേറ്റ് കീപ്പർമാരും അങ്ങനെ തുടങ്ങിയിട്ടില്ല അല്ലെ? അവർക്കങ്ങനെ പറയാനൊക്കത്തില്ല. അവർക്ക് കർശനമായ നിർദ്ദേശം കൊടുത്തു. അല്ല, ഞങ്ങൾക്ക് ഇത് പാലിക്കാതിരിക്കാൻ ഒക്കുമെന്ന് ഇത് ആരെങ്കിലും കയറി ഇവിടെ നിറങ്ങിച്ചു പോയാൽ അറിയണ്ടേ? ആ സമയത്ത് അല്ലാത്ത സമയത്ത് ഇവിടെ ആള് കാണും. അത് കഴിഞ്ഞുള്ള സമയത്ത് വന്നാൽ ഇവിടെ ആളില്ലാതെ വന്നൊരു പ്രാന്തനകത്ത് കയറി വന്ന് വിജയിച്ചു പോയാൽ ആരും എന്നെ സമാധാനം പറയും. അപ്പൊ അത് നോക്കേണ്ട ബാധ്യത നമുക്കില്ല. അതുപോലെ ഇദ്ദേഹം അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ വന്നിട്ടില്ല. അപ്പൊ ഇത്തരത്തിലൊരു ആരോപണം പറയുന്നതിന്റെ കാര്യം എന്തായിരിക്കും സാറേ? ഈ മനസ്സിൽ എന്തെങ്കിലും വേറെ വെച്ചിട്ടായിരിക്കും അങ്ങനെ ഇത്തരത്തിൽ സംസാരിക്കുന്നത്? ഇത്തരത്തിൽ ആരോപണം അത് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ല, ഇത്തരത്തിൽ ഈ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ സാധനങ്ങളൊക്കെ പറയുന്നത്, അതുകൊണ്ടാണ് ചോദിച്ചത്. അതൊക്കെ പറഞ്ഞോട്ടെ. ഇവിടെ അതുകൊണ്ട് ഇവിടെ ഇതായിട്ട് അങ്ങനെയുള്ള ഇതൊന്നുമില്ല. അങ്ങനെ ആരെല്ലാം പറയുന്നു. മോഹൻലാൽ വന്ന് കയറ്റിയിട്ടില്ല പറയുന്നു. മോഹൻലാൽ ഇവിടെ വന്ന് പങ്കെടുത്ത് പുഷ്പാർച്ചന നടത്തി പോയ ആളല്ലോ. അതൊക്കെ ചുമ്മാ സ്റ്റണ്ടടിക്കുന്നതാണ്, വെറുതെ ആളുകളുടെ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഷിനോജ് എസ് ടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷിനോജ്, ഗുഡ് മോർണിംഗ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു വ്യക്തത വരുന്നില്ല. ഈ അവിടെ എത്തിയ ശേഷം NSSന്റെ ഒരു അപ്പോയിന്റ്മെന്റ് ലഭ്യമായി, അവിടെ എത്തി എന്ന് പറയുന്നു, സ്വീകരിച്ചു, ചായ കിട്ടി. അതുവരെ നമുക്ക് വളരെ കൃത്യമാണ്. ആര് സ്വീകരിച്ചു, ആരാണ് ചായ കൊടുത്തത്, ആ സംഭവ സമയത്ത് അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു, ഏത് സമയത്താണ് എത്തിയത്, പുഷ്പാർച്ചന നടത്താൻ അനുവദിക്കാതിരുന്നതാണോ, പറ്റില്ല എന്ന് പറഞ്ഞതാണോ, അങ്ങനെ ഒരുപാട് വ്യക്തതകൾ ഇനി വരേണ്ടിയിരിക്കുന്നു ഷിനോജ്. മോത്തി, NSS നേതൃത്വം പൂർണ്ണമായും ആനന്ദബോസ് പറഞ്ഞതിനെ പൂർണ്ണമായും തള്ളുകയാണ്. ഏതൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ആനന്ദബോസ് അത്തരത്തിലൊരു പ്രതികരണം നടത്തിയത് എന്ന് തങ്ങൾക്ക് അറിയില്ല എന്നുള്ള കാര്യമാണ് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ തന്നെ വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് ആനന്ദബോസ് പല സമയത്ത് NSS ആസ്ഥാനത്ത് പെരുന്നയിലേക്ക് എത്തിയിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ തന്നെ ഇവിടെ എത്തി പുഷ്പാർച്ചന നടത്തി തൊഴുതിന് ശേഷമാണ് ആനന്ദബോസ് മടങ്ങിയത്. അങ്ങനെ ഒരാൾ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്ന സമയത്ത് എന്താണ് അതിന് പിന്നിലുള്ള ചേതോ വികാരം എന്നത് കാര്യമാണ് NSS ജനറൽ സെക്രട്ടറി ചോദിക്കുന്നത്. അതിനാൽ തന്നെ കൃത്യമായ രീതിയിൽ സംശയമുണ്ട് എന്നൊരു കാര്യം കൂടി NSS ജനറൽ സെക്രട്ടറി പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിലൊരു പ്രസ്താവന, കാരണം ഈ സംഭവം നടക്കുന്നത് തന്നെ വർഷങ്ങൾക്ക് മുൻപാണ്. ആ വർഷങ്ങൾക്ക് മുൻപ് ഇത്തരത്തിലൊരു സംഭവം നടന്ന ശേഷം ഇത്രയും കാലത്തിന് ശേഷം ഇപ്പോൾ ഇതൊരു പരസ്യ പ്രതികരണത്തിലേക്ക് ആനന്ദബോസ് എത്തുന്നതിൽ തന്നെ സംശയങ്ങളുണ്ട് എന്നൊരു കാര്യമാണ് NSS ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് അദ്ദേഹം പോകുന്നു. അതായത് ഇത്തരത്തിൽ സാധാരണ NSS ജനറൽ സെക്രട്ടറി അങ്ങനെ കടുപ്പിച്ചൊന്നും പറയാറില്ല. പക്ഷേ ഈ ആനന്ദബോസ് ഇവിടെ വന്നിട്ടുണ്ട്, പല കാലങ്ങളിൽ ഇവിടെ എത്തി തൊഴുതു പോയ ആളാണ്. ഇത്തരമൊരു പ്രതികരണം ഏത് സാഹചര്യത്തിലാണ് ഉണ്ടായതെന്ന് തങ്ങൾക്ക് അറിയില്ല എന്നൊരു കാര്യമാണ് NSS ജനറൽ സെക്രട്ടറി പറഞ്ഞു വെക്കുന്നത്. കാരണം പല കാലങ്ങളിലൊക്കെ തന്നെ NSSനെതിരെ ഇത്തരത്തിൽ സമാനമായ രീതിയിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് മോഹൻലാൽ ഇവിടെ വന്ന് തൊഴുതു പോയിട്ടുണ്ട്. ആ സമയത്ത് മോഹൻലാൽ ഇവിടെ വന്ന് കണ്ട് കൂടിക്കാഴ്ചയൊക്കെ നടത്തിയതിനു ശേഷമാണ് മടങ്ങിയത്. പക്ഷേ തിരിച്ച് ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത മോഹൻലാലിന് ഇവിടെ നിന്ന് ഇറക്കി വിട്ടു, മോഹൻലാലിന് ഇവിടെ കയറ്റാൻ പോലും സമ്മതിച്ചില്ല തുടങ്ങിയ വാർത്തകളൊക്കെയാണ് ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്നത്. അതിനാൽ തന്നെ NSS നേതൃത്വത്തിനെ അപമാനിക്കുന്നതിന് വേണ്ടി, ഇത്തരത്തിൽ അവഹേളിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഇടപെടലുകൾ പല കാര്യങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നു എന്ന കാര്യം കൂടി ഏതായാലും ഇത് വളരെ ശക്തമായി തന്നെ എതിർക്കുകയാണ്. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. അത്തരത്തിൽ ആരും പുഷ്പാർച്ചന നടത്താൻ അനുവദിക്കാതിരിക്കുകയോ മറ്റോ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. ഇനി CV ആനന്ദബോസ് തന്നെ ഇതിൽ വ്യക്തത വരുത്തുമായിരിക്കും.